നമ്മൾ ഒരു കസ്റ്റമറോട് ഫോണിൽ സംസാരിക്കുമ്പോൾ, നമ്മൾ നേരിട്ട് കാണാതെ ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. 1, സ്റ്റാർട്ടിംഗ് ക്ലാരിറ്റി. 2, കണ്ടന്റ് ക്ലാരിറ്റി. 3, ടൈം ക്ലാരിറ്റി. 4, എൻഡിങ് ക്ലാരിറ്റി. ഈ 4 ഭാഗങ്ങളിലും കറക്റ്റ് ക്ലാരിറ്റിയോട് കൂടിയാണ് നമ്മുടെ സംസാരമെങ്കിൽ കസ്റ്റമർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമ്മളോട് സംസാരിക്കാൻ പറ്റും. ഒന്നാമതായിട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് ക്ലാരിറ്റി. എന്താണ്? സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോൺഫിഡൻസോട് കൂടി നമ്മൾ ആരാണെന്നുള്ളത് വ്യക്തമായി നല്ല ശബ്ദത്തോടു കൂടി വ്യക്തമാക്കിയിട്ട് പറയണം. നമ്മൾ ആരാണെന്നുള്ളതും നമ്മൾ എന്തിനു വേണ്ടി വിളിക്കുന്നു എന്നുള്ളതും വ്യക്തമായിട്ട് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ തയ്യാറാണ്. അതിൽ ക്ലാരിറ്റി കുറവോ സൗണ്ട് കുറവോ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. 2, കണ്ടന്റ് ക്ലാരിറ്റി. എന്താണ് കണ്ടന്റ് ക്ലാരിറ്റി? നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത് അത് വ്യക്തമാക്കിയിട്ട് പറയാം. നമ്മൾ പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് അവരോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ വിളിച്ചിട്ടുള്ളത് എങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല ക്ലാരിറ്റിയോട് കൂടി, നല്ല കണ്ടന്റ് ക്ലാരിറ്റിയോട് കൂടി അവരോട് സംസാരിക്കണം. അങ്ങനെ സംസാരിക്കണമെങ്കിൽ നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ്സും നോളജും നമ്മുടെ അടുത്ത് ഉണ്ടാവണം. നമ്മുടെ പ്രൊഡക്റ്റിനോ സർവീസിനെ കുറിച്ചുള്ള നോളജ് വ്യക്തമായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. അപ്പോഴാണ് നല്ല കണ്ടന്റ് ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കാൻ കഴിയുക. 3ാമത്തത് ടൈം ക്ലാരിറ്റിയാണ്. അതായത് നീട്ടി പരത്തി പറയാതെ വളരെ ഷോർട്ടായിട്ട് നമ്മുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. 1ാമത്തെ ടൈം ക്ലാരിറ്റി. 2ാമത് ടൈം ക്ലാരിറ്റിയിൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ടൈം വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആളുടെ ടൈം വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടൈമിൽ, സ്റ്റാർട്ടിങ് ടൈമിൽ ഈ സമയത്ത് സംസാരിക്കാവോ എന്നുള്ളൊരു ചോദ്യം അവരോട് സംസാരിച്ച് അവരുടെ ടൈമിന് വാല്യൂ കൊടുത്തുകൊണ്ട് മാത്രം സംസാരം തുടരുന്നത് നല്ല കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. അടുത്തത് എൻഡിങ് ക്ലാരിറ്റി. എന്താണ് എൻഡിങ് ക്ലാരിറ്റി? നമ്മുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒന്ന് എൻഡിങ്ങിലേക്ക് കൊണ്ടുപോകാതെ നമ്മൾ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വ്യക്തമായ കൺക്ലൂഷനിൽ എത്താതെ കട്ട് ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നല്ല എൻഡിങ് ക്ലാരിറ്റിയോട് കൂടി ഞാൻ വെക്കുകയാണെന്നുള്ളതും പിന്നീട് വിളിക്കാൻ പറ്റുന്ന രൂപത്തിൽ റിലേഷൻ ബിൽഡ് ചെയ്തുകൊണ്ട് മാത്രം ഒരു എൻഡിങ്ങിലേക്ക്, ഒരു കൺക്ലൂഷനിലേക്ക് പോകുന്നതും നമ്മുടെ സെയിൽസ് ക്ലോസിങ്ങിനും ആ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കും.